ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ നാടൻ ചേമ്പ് പുഴുങ്ങാനായിട്ട് പോവുകയാണ്. നല്ലൊരു ചേമ്പ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുളക് ചമ്മന്തിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 1.5 കിലോ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും എടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ നമ്മൾ പുഴുങ്ങുന്നതിന് വേണ്ടി എടുക്കുന്നുള്ളൂ. ഇനി ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചുരണ്ടിക്കളയാം. നമ്മൾ എത്രത്തോളം ആണോ എടുക്കുന്നത് അത് മാത്രം എടുത്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഒന്നുകിൽ ഇതുപോലെ ഒന്ന് ചുരണ്ടിക്കളയുക, അതല്ലെങ്കിൽ ചെത്തിക്കളയാം. പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. ചിലർ ചുരണ്ടിക്കളയും, അതല്ലെങ്കിൽ ചില ആൾക്കാർ അത് തൊലി നന്നായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എത്രത്തോളമാണോ അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ചേമ്പൊക്കെ പുഴുങ്ങിയത് കഴിക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ ചേമ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇത് തന്നെ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ചേമ്പൊക്കെ ഒന്ന് ചുരുണ്ടി നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയും കൂടി ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുരുണ്ടി കളഞ്ഞിട്ടുണ്ട് തൊലിയൊക്കെ. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി അഴുക്കും ചെറിയ മണ്ണൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഈ കപ്പയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ പുഴുങ്ങി തിന്നുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് അല്ലേ? ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ പലഹാരങ്ങളൊക്കെ രാവിലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചേമ്പ് പുഴുങ്ങിയതും ചേന പുഴുങ്ങിയതും കാച്ചിൽ പുഴുങ്ങിയതും ഒക്കെ. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് തീരെ ചെറുതാക്കല്ല്, രണ്ടായിട്ടൊന്ന് പിളർന്നെടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വലിയ ചേമ്പല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. മീഡിയം സൈസ് വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരുപാട് വലുതാണെങ്കിൽ നമുക്കത് 2-3 കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ മുഴുവനും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കിത് പുഴുങ്ങാനായിട്ട് പോകാം. അപ്പോൾ നല്ലതായിട്ട് വീണ്ടും ഒന്നുകൂടി കഴുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്ത് വെള്ളത്തിലേക്കായിരുന്നു ഇട്ടിരുന്നത്. ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ പുഴുങ്ങുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ മുങ്ങിക്കിടക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി വെള്ളത്തിൽ വേണം ഇതിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുഴുങ്ങിയ ചേമ്പ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചമ്മന്തിയും കൂടി തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 4 പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചമ്മന്തിയുമായിട്ടുണ്ട്. പച്ചമുളകാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. പച്ചമുളകിനെക്കാട്ടി ഒന്നുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് കാന്താരി ആയിരിക്കും. കാന്താരി കിട്ടിയിട്ടില്ല, കിട്ടിയത് പച്ചമുളകാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കുത്തി നോക്കിയിട്ട് പറയാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് അത് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിച്ചാലോ? പണ്ട് കാലത്തൊക്കെ ഉള്ളവർ മിക്കവാറും രാവിലെയോ അല്ലെ വൈകുന്നേരമോ ഒക്കെ ഇതുപോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ ഇതൊക്കെയായിരുന്നു തോന്നുന്നു രാവിലത്തേക്കോ വൈകുന്നേരമോ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ കഴിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിപ്പോയി. ഈ ചേമ്പ് പുഴുങ്ങിയത് കഴിക്കണമെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് വേണം, ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് ഇതാകട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഈ ഒരു വീഡിയോ?
എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ എനിക്ക് പനി വന്നു, നാട്ടിൽ വന്നിട്ട് നല്ല പനിയായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ടിന് ഒരല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.